ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ തിരിച്ചടിക്കണമെന്ന് തോന്നിയിരുന്നുവെന്നും അന്ന് തിരിച്ചടിക്കാതിരുന്നത് അത് മോശം തീരുമാനമായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉപദേശിച്ചതിനാലാണെന്നും വെളിപ്പെടുത്തുകയാണ് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടും കാരണം അന്നത്തെ UPA സർക്കാർ പാകിസ്ഥാനെതിരെ തിരിച്ചടി വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. 2008 കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് മുംബൈയിൽ പാക് തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തിയത്. 166 പേർ അന്ന് കൊല്ലപ്പെട്ടു. പഹൽഗാമിൽ 16 ഇന്ത്യക്കാർ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ അന്ന് എന്തുകൊണ്ട് ഇത്രയധികം പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചില്ലെന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇതിന് കഴിഞ്ഞ ദിവസം പി ചിദംബരം നൽകിയ മറുപടിയിലാണ് അന്നത്തെ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിക്കുന്നത് ബുദ്ധിയല്ലെന്ന് ഉപദേശിച്ചിരുന്നതായി മറുപടി നൽകിയത്. അന്ന് പ്രണബ് കുമാർ മുഖർജിയായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതല. പി ചിദംബരം അന്ന് ധനമന്ത്രിയായിരുന്നു. പി ചിദംബരത്തിൻ്റെതായി പുറത്തുവന്ന പുതിയ അഭിമുഖത്തിലാണ് ചിദംബരത്തിന്റെ മറുപടി. പ്രതികാരം ചെയ്യാൻ മനസ്സിൽ തോന്നിയിരുന്നുവെങ്കിലും സർക്കാർ സൈനിക നടപടിക്ക് മുതിർന്നില്ലെന്ന് ചിദംബരം വ്യക്തമാക്കുന്നു. പരാമർശങ്ങളെ വിമർശിച്ചും പരിഹസിച്ചും BJP നേതാക്കൾ ഇതിനോടകം രംഗത്ത് വന്നു. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെക്കുകയും ചിദംബരം ചുമതലയേൽക്കുകയും ചെയ്തു. ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ. യുദ്ധം തുടങ്ങരുതെന്ന് പറയാൻ ലോകം മുഴുവൻ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തിയെന്നും ചിദംബരം പറഞ്ഞു. താൻ ചുമതലയേറ്റെടുത്ത് 2-3 ദിവസങ്ങൾക്ക് ശേഷം അന്ന് US സെക്രട്ടറിയായിരുന്ന കോണ്ടലീസ റൈസ് പ്രധാനമന്ത്രിയെയും തന്നെയും കാണാനെത്തി. ദയവായി പ്രതികരിക്കരുതെന്ന് പറയാനായിരുന്നു അതെന്നും ചിദംബരം പറയുന്നു. സാധ്യമായ ഒരു തിരിച്ചടിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായും മറ്റുള്ള പ്രധാന വ്യക്തികളുമായും താൻ ചർച്ച ചെയ്തിരുന്നതായി ചിദംബരം അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു. ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും IFSന്റെയും വലിയ സ്വാധീനത്താൽ ഈ സാഹചര്യത്തോട് നമ്മൾ കായികമായി പ്രതികരിക്കരുതെന്ന നിഗമനത്തിലാണ് എത്തിയതെന്നും ചിദംബരം വെളിപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇത് മോദി സർക്കാരിന്റെ കീഴടങ്ങലാണെന്നാണ് ചിദംബരം അഭിപ്രായപ്പെട്ടിരുന്നത്. 2008 നവംബർ 26-നാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ മുംബൈയിൽ 10 ഭീകരാക്രമണങ്ങൾ നടന്നത്. ആക്രമണം ഏതാണ്ട് 60 മണിക്കൂർ പിന്നിട്ട് നവംബർ 29-ന് ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നതുവരെ നീണ്ടു. 22 വിദേശികളടക്കം 166 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 327 പേർക്ക് പരിക്കേറ്റു. ദക്ഷിണ മുംബൈയിലാണ് ആക്രമണം കൂടുതലും നടന്നത്. ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ, നരിമാൻ പോയിന്റിലെ ഒബ്രോയി ട്രൈഡന്റ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ പാലസ് ആൻഡ് ടവർ എന്നീ 5 നക്ഷത്ര ഹോട്ടലുകൾ തുടങ്ങി 10 ഇടങ്ങളിലായിരുന്നു ഭീകരാക്രമണങ്ങൾ. ആക്രമണത്തിൽ പാക് പൗരനായ അജ്മൽ ഖസബിനെ മാത്രമാണ് ജീവനോടെ പിടികൂടാൻ സാധിച്ചത്. ഖസബിനെ പിന്നീട് തൂക്കിലേറ്റി. ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചു. കേസിൽ വാദം പുരോഗമിക്കുകയാണ്. എന്നാൽ ആക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ US വിട്ടു നൽകാത്തത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. കേസിൽ റാണയേക്കാൾ ഗുരുതര കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നത് ഡേവിഡ് ഹെഡ്ലിക്കെതിരെയാണ്. പലതവണ ഇന്ത്യയിലെത്തുകയും മുംബൈയിൽ ആക്രമണം ലക്ഷ്യമിടുന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് കൈമാറുകയും ചെയ്തത് ഹെഡ്ലിയാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്തതും ഹെഡ്ലിക്ക് വേണ്ടി യാത്രാ സഹായങ്ങൾ ചെയ്തതുമാണ് റാണയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ. കൂടുതൽ ഗുരുതരമായ കുറ്റം ചെയ്തയാളെ വിട്ടു നൽകാതെ നാട്ടിൽ തന്നെ തടവിൽ വെച്ചിരിക്കുകയാണ് US-നും പാകിസ്ഥാനും വേണ്ടി പ്രവർത്തിച്ച ഡബിൾ ഏജന്റാണ് ഹെഡ്ലി എന്ന ആരോപണവും ഉണ്ട്. ഇതാണ് ഹെഡ്ലിയെ ഇന്ത്യക്ക് കൈമാറാൻ യഥാർത്ഥത്തിൽ തടസ്സമാകുന്നതെന്നാണ് വാദം. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറും ഇപ്പോൾ വന്ന ചിദംബരത്തിന്റെ പ്രസ്താവനയും മുംബൈ ഭീകരാക്രമണവും അന്ന് ഇന്ത്യ തിരിച്ചടിക്കാതിരുന്നതും വീണ്ടും ചർച്ചയായിരിക്കുകയാണ്.